IC38 എക്സാം വിന്നർ. ഇൻഷുറൻസ് ഏജൻറ്റ്സ് ലൈസൻസിങ് എക്സാമിനുള്ള IC38ൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണിത്. ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈസൻസിങ്ങിന് ഒരു പാസിംഗ് ഫോർമുല. IC38 എക്സാം വിന്നർ പ്രാക്ടീസ് സെഷൻ 3 വീഡിയോ സീരീസുകളാണ്. സീരീസ് 1, സീരീസ് 2 ആൻഡ് സീരീസ് 3. സീരീസ് 2. IC38 എക്സാമിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. 50 ചോദ്യങ്ങളുടെ അടങ്ങിയ 1 മണിക്കൂർ നീളുന്ന പരീക്ഷയാണ്. ഓരോ ചോദ്യങ്ങൾക്കും 1 മാർക്ക് വീതം, ആകെ മാർക്ക് 50. അതിൽ 18 മാർക്ക് നേടിയാൽ ഇൻഷുറൻസ് ലൈസൻസിന് നിങ്ങൾ അർഹത നേടും. എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സെക്ഷൻ 1 കോമൺ സെക്ഷൻ. ചാപ്റ്റർ 1 ഇൻഷുറൻസിന് ആമുഖം. ചാപ്റ്റർ 2 ഉപഭോക്തൃ സേവനം. ചാപ്റ്റർ 3 അന്യായ പരിഹാര മാർഗം. ചാപ്റ്റർ 4 ഇൻഷുറൻസ് ഏജൻറ് റെഗുലേറ്ററി വശങ്ങൾ. ചാപ്റ്റർ 5 ഇൻഷുറൻസിൻ്റെ നിയമപരമായ ഘടകങ്ങൾ. ഇങ്ങനെ 5 ചാപ്റ്ററുകളാണ് സെക്ഷൻ 1 കോമൺ സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ ഏകദേശം 15 മുതൽ 20 വരെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്ററുകൾ നോക്കാം. ചാപ്റ്റർ 6 ഇൻഷുറൻസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. ചാപ്റ്റർ 7 സാമ്പത്തിക ആസൂത്രണം. ചാപ്റ്റർ 8 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 1. ചാപ്റ്റർ 9 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 2. ചാപ്റ്റർ 10 ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രയോഗങ്ങൾ. ചാപ്റ്റർ 11 ഇൻഷുറൻസ് വിലയിടലും മൂല്യനിർണ്ണയവും. ചാപ്റ്റർ 12 ഡോക്യുമെൻറ്റേഷൻ പ്രപ്പോസൽ ഘട്ടം. ചാപ്റ്റർ 13 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 1. ചാപ്റ്റർ 14 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 2. ചാപ്റ്റർ 15 അണ്ടർ റൈറ്റിംഗ്. ചാപ്റ്റർ 16 ഇൻഷുറൻസ് പോളിസിയിലെ പേയ്മെൻറ്റ്സ്. അങ്ങനെ 6 മുതൽ 16 വരെ വരുന്ന 11 ചാപ്റ്ററുകളാണ് സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ നിന്ന് ഏകദേശം 20 മുതൽ 25 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്ററുകൾ. ചാപ്റ്റർ 17 ആരോഗ്യ ഇൻഷുറൻസിന് ആമുഖം. ചാപ്റ്റർ 18 ആരോഗ്യ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റേഷൻ. ചാപ്റ്റർ 19 ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ. ചാപ്റ്റർ 20 ആരോഗ്യ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ്. ചാപ്റ്റർ 21 ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ. ഇങ്ങനെ 5 ചാപ്റ്ററുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനുള്ളത്. അങ്ങനെ ആകെ 21 ചാപ്റ്ററുകൾ. ഈ സെക്ഷൻ 3യിൽ നിന്ന് ഏകദേശം 10 മുതൽ 15 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ചോദ്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. IC38 സിലബസ് ഷോർട്ട് നോട്ട് വിത്ത് ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി ഒട്ടുമിക്ക കമ്പനികളും അവരുടെ അഡ്വൈസേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ബുക്ക് ഒരു തികഞ്ഞ പരീക്ഷാ സഹായിയാണ്. ബുക്ക് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ബുക്ക് വായനയ്ക്ക് ശേഷം ഈ പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരം. കാരണം ഇൻഷുറൻസ് കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഭാവിയിൽ ഉപയോഗപ്പെടുത്താനും ബുക്ക് വായനയ്ക്ക് പകരമാകില്ല ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. കാരണം ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടും ബുക്ക് വായന തന്നെയായിരിക്കും സിലബസിലെ കൺസെപ്റ്റ് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും അടുത്തറിയാനും കൂടുതൽ ഗുണകരം. നോക്കാം. IC38 എക്സാമിന് സീരീസ് 2ൽ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസിലത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഈ പ്രാക്ടീസ് സെഷൻ കുറച്ചുകൂടി ഫലപ്രദമാക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു പേപ്പറിൽ 1 മുതൽ 85 വരെ നമ്പർ എഴുതി വയ്ക്കുക. ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2-3 സെക്കൻഡിനകത്ത് നിങ്ങളുടെ ഉത്തരം A, B, C അല്ലെങ്കിൽ D ആ ചോദ്യ നമ്പറിന് നേരെ എഴുതുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. അവസാനം ശരിയാവാതെ പോയവ വീണ്ടും കാണാൻ ശ്രമിക്കുക. നോക്കാം. ചോദ്യം നമ്പർ 1. HLVയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ A ഹ്യൂമൻ ലിവിങ് വാല്യൂ. ഓപ്ഷൻ B ഹ്യൂമൻ ലൈഫ് വാല്യൂ. ഓപ്ഷൻ C ഹൈ ആൻഡ് ലോ വാല്യൂ. ഓപ്ഷൻ D ഹെവി ലിഫ്റ്റ് വെഹിക്കിൾ. HLVയുടെ പൂർണ്ണരൂപം എന്ത്? ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഹ്യൂമൻ ലൈഫ് വാല്യൂ.
ഹ്യൂമൻ ലൈഫ് വാല്യൂ. അടുത്ത ചോദ്യം നമ്പർ 2. HLV എന്ന തത്വം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. പ്രൊഫസർ മൽഹോത്ര, ഓപ്ഷൻ ബി പ്രൊഫസർ ഹ്യൂബനർ, ഓപ്ഷൻ സി IRDA, ഓപ്ഷൻ ഡി സാമ്പത്തിക മന്ത്രാലയം. HLV എന്ന തത്വം. ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി പ്രൊഫസർ ഹ്യൂബനർ. അടുത്ത ചോദ്യം നമ്പർ 3. ഇത് കണ്ടെത്താൻ HLV സഹായകമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഒരാളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കുറഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷ. ഓപ്ഷൻ ബി ഇൻഷുറൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ സി ഒരാളുടെ പരിപൂർണ സുരക്ഷയ്ക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ. ഓപ്ഷൻ ഡി ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമുള്ളവരെ കണ്ടെത്താൻ. ഇതിലേത് കണ്ടെത്താനാണ് HLV കൂടുതൽ സഹായകമാകുന്നത്? ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഒരാളുടെ പരിപൂർണ സുരക്ഷയ്ക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ കണ്ടെത്താൻ HLV സഹായകമാണ്. എത്ര വേണം ഒരാൾക്ക്, എത്ര ഇൻഷുറൻസ് എടുക്കണം ഒരാൾ, അതായത് അയാൾക്ക് പരിപൂർണമായ സുരക്ഷ ലഭിക്കുന്നതിന് എത്ര ഇൻഷുറൻസ് കവറേജ് ആവശ്യമാണ് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കണക്കുകൂട്ടലാണ് HLVയിൽ നടത്തുന്നത്. അടുത്ത ചോദ്യം നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ജനറൽ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപകട സാധ്യത സുനിശ്ചിതമല്ല. ഓപ്ഷൻ ബി ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപകട സാധ്യത സുനിശ്ചിതമാണ്. ഓപ്ഷൻ സി ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ പൊതുവെ നഷ്ടപരിഹാര കോൺട്രാക്റ്റുകളാണ്. ഓപ്ഷൻ ഡി പറയുന്നത് എല്ലാം ശരിയാണെന്ന്. ഏത് പ്രസ്താവനയാണ് ശരി? ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ജനറൽ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപകട സാധ്യത സുനിശ്ചിതമല്ല. അപകടം നടക്കും എന്ന് ഒരു ഉറപ്പുമില്ല. വണ്ടിയെ ഇൻഷൂർ ചെയ്യുന്ന സമയത്ത് ആ വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ല വണ്ടി ഇൻഷൂർ ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപകട സാധ്യത സുനിശ്ചിതമാണ്. അറിയാം, മരണസമയത്തെ ഇൻഷൂർ ചെയ്യുന്നു, അല്ലെങ്കിൽ മരണസമയത്താണ് ഇൻഷുറൻസിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിരക്ഷ എടുക്കുന്നത്. മരണം സുനിശ്ചിതവുമാണ്. അപ്പോൾ അത് നിശ്ചയമായും സംഭവിക്കും. എപ്പോൾ സംഭവിക്കുക എന്നറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ പൊതുവെ നഷ്ടപരിഹാര കോൺട്രാക്റ്റുകളാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, നഷ്ടപരിഹാര സിദ്ധാന്തത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ. എന്താണോ നഷ്ടം അത് പരിഹരിക്കുക എന്നാണ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഒരു തത്വം. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ലെവൽ പ്രീമിയം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പോളിസി കാലാവധിയിലുടനീളം മാറ്റമില്ലാത്ത അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് വർദ്ധിക്കാത്ത പ്രീമിയം. ഓപ്ഷൻ ബി പ്രായത്തിന് ആനുപാതികമായി വർദ്ധിക്കുന്ന പ്രീമിയം. ഓപ്ഷൻ സി ഒരേ നിരക്കിൽ വർദ്ധിക്കുന്ന പ്രീമിയം. ഓപ്ഷൻ ഡി അസുഖങ്ങളില്ലാത്തവർക്ക് അനുവദനീയമായ പ്രീമിയം. ലെവൽ പ്രീമിയം. ലെവൽ പ്രീമിയം ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പിറകിലുള്ള രീതി എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുക്ക് വായന കൂടിയേ തീരൂ. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പോളിസി കാലാവധിയിലുടനീളം മാറ്റമില്ലാത്ത അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് വർദ്ധിക്കാത്ത പ്രീമിയമാണ് ലെവൽ പ്രീമിയം. സാധാരണ പോളിസികളിൽ ലെവൽ പ്രീമിയം തന്നെയാണ് എല്ലാ പോളിസികളിലും. പ്രായം കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും. റിസ്ക് കൂടുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടേണ്ട പ്രീമിയവും കൂടണം ഒരർത്ഥത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ വയസ്സിലും അയാൾ കൂടുതൽ പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും ഒരേ പോളിസിക്കകത്ത്. ഈ അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ്റെ ബേസ്, ഒരു വർക്കിംഗ് അവൻ്റെ ബേസിൽ ചെയ്യുന്നതാണ് ലെവൽ പ്രീമിയം. ആകെ അടക്കേണ്ട പ്രീമിയത്തെ മൊത്തം കാലയളവ് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഒരു എമൗണ്ട് എല്ലാ വർഷവും അടക്കുക എന്നുള്ളതാണ് ഇവിടെ സ്വീകരിക്കുന്ന ഒരു രീതി. അങ്ങനെയാണ് പ്രീമിയത്തെ ലെവൽ ചെയ്യുന്നത്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 6. ലെവൽ പ്രീമിയത്തിൻ്റെ ഘടകങ്ങളാണ് ഫിക്സഡ് ഘടകം, വേരിയബിൾ ഘടകം, സംരക്ഷണ ഘടകം, ക്യാഷ് വാല്യൂ ഘടകം. സംരക്ഷണ ഘടകം റിസ്ക് ഘടകം, ഫിക്സഡ് ഘടകം റിസ്ക് ഘടകം. ലെവൽ പ്രീമിയത്തിന് ഏതൊക്കെയാണ് ഘടകങ്ങൾ? ഉത്തരം ശ്രദ്ധിക്കുക. സംരക്ഷണ ഘടകവും ക്യാഷ് വാല്യൂ ഘടകവും. നോക്കുക അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7.
ക്യാഷ് വാല്യൂ അല്ലെങ്കിൽ സേവിങ്സ് ഘടകം ഇല്ലാത്ത ഇൻഷുറൻസ് പ്ലാനുകളാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ചൈൽഡ് പ്ലാനുകൾ, എൻഡോമെൻറ്റ് പ്ലാനുകൾ, മണി ബ്ലാക്ക് പ്ലാനുകൾ, ടേം ഇൻഷുറൻസ്. ക്യാഷ് വാല്യൂ അല്ലെങ്കിൽ സേവിങ്സ് ഘടകം ഇല്ലാത്ത ഇൻഷുറൻസ് പ്ലാനുകൾ. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി ടേം ഇൻഷുറൻസ് എന്ന് തന്നെ പറയാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ 8. അസറ്റുകളുടെ സാധാരണ കാലപ്പഴക്കം ഡാഷ് റിസ്ക് ആണ്. അസറ്റുകൾക്ക് സാധാരണ കാലപ്പഴക്കം ഉണ്ടാവും. അത് ഏത് റിസ്ക് ആണ്? പ്രൈമറി റിസ്ക്, ബി സെക്കൻഡറി റിസ്ക്, സി റിസ്ക്കായി പരിഗണിക്കാൻ പറ്റില്ല, ഡി ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. അസറ്റുകൾക്കുള്ള സാധാരണ കാലപ്പഴക്കത്തെ ഒരു റിസ്ക്കായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം 9. സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സമയമേത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ആദ്യ ശമ്പളം കിട്ടിയ ഉടൻ, ഓപ്ഷൻ ബി വിവാഹം കഴിഞ്ഞ ഉടൻ, ഓപ്ഷൻ സി ജോലി കിട്ടി 1 വർഷത്തിനകം, ഓപ്ഷൻ ഡി അധികം പൈസ കയ്യിൽ വരുമ്പോൾ. എപ്പോഴാണ് സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കേണ്ടത്? ഏറ്റവും ഉചിതമായ സമയമേത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ആദ്യ ശമ്പളം കിട്ടിയ ഉടൻ. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നതാണത്. അടുത്ത ചോദ്യം 10. ഡാഷ് ആണ് പണം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ആദ്യ പടി. പണം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ആദ്യ പടി ഡാഷ് ആണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, ഓപ്ഷൻ ബി സമ്പാദ്യ രീതി തീരുമാനിക്കുക, ഓപ്ഷൻ സി പൈസ സംരക്ഷിക്കുക, ഓപ്ഷൻ ഡി ബജറ്റ് തയ്യാറാക്കുക. പണം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ആദ്യ പടി. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബജറ്റ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം 11. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ടൈം ഹൊറിസോൺ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇരട്ടിയാകാനുള്ള സമയം, ഓപ്ഷൻ ബി സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിന് ലഭ്യമായ സമയം, ഓപ്ഷൻ സി ലോക്ക് ഇൻ പീരിയഡ്, ഓപ്ഷൻ ഡി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺസ് കിട്ടാനുള്ള സമയം. ടൈം ഹൊറിസോൺ എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിന് ലഭ്യമായ സമയം. അതായത് എനിക്ക് 10 വർഷത്തിനകത്ത് ഒരു സാമ്പത്തിക ലക്ഷ്യം നേടാനുണ്ടെങ്കിൽ ആ 10 വർഷം ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങിയാൽ 10 വർഷത്തേക്ക് റെഗുലറായിട്ട് ഞാൻ നിക്ഷേപം നടത്തിയാൽ ആ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ആ സാമ്പത്തിക ലക്ഷ്യം നേടാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ ആ 10 വർഷത്തെയാണ് നമ്മൾ ടൈം ഹൊറിസോൺ. നമുക്ക് ലഭ്യമായ സമയം, ആ സാമ്പത്തിക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ലഭ്യമായ സമയം. അടുത്ത ചോദ്യം 12. ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണും റിട്ടേൺസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ കുറഞ്ഞ റിട്ടേൺസ്, ഓപ്ഷൻ ബി കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ കൂടുതൽ റിട്ടേൺസ്, ഓപ്ഷൻ സി കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ കൂടുതൽ റിട്ടേൺസ്, ഓപ്ഷൻ ഡി രണ്ടും പരസ്പരം ബന്ധമില്ലാത്തതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണും റിട്ടേൺസും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ കൂടുതൽ റിട്ടേൺസ്. കൂടുതൽ കാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നു. കുറഞ്ഞ കാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ റിട്ടേൺസ്. കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണും റിട്ടേൺസ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം 13. താഴെ പറയുന്നവയിൽ റൈഡറുകളെ വിശദമാക്കുന്ന പ്രസ്താവന ഏത്? ചുരുങ്ങിയ പ്രീമിയം വ്യവസ്ഥയിൽ അധിക ആനുകൂല്യങ്ങൾ എടുക്കാനുള്ള സംവിധാനമാണ് റൈഡറുകൾ. ഒരു പോളിസിയോടൊപ്പം മാത്രമേ റൈഡറുകൾ എടുക്കാൻ കഴിയൂ. ഓപ്ഷൻ സി പറയുന്നത് എയും ബിയും ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി റൈഡറുകൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമല്ല. ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എയും ബിയും ശരിയാണ്. അതായത് റൈഡറുകൾ എന്ന് പറയുന്നത് ചുരുങ്ങിയ പ്രീമിയം വ്യവസ്ഥയിൽ മറ്റൊരു പോളിസിയോടൊപ്പം എടുക്കാൻ കഴിയുന്ന അധിക ആനുകൂല്യങ്ങളാണ് എന്ന് പറയാം. അടുത്ത ചോദ്യം 14. ഡെത്ത് കവറേജ് മാത്രം നൽകുന്ന പോളിസികളാണ് ഡാഷ്. ഓപ്ഷൻ എ എൻഡോമെൻറ്റ് ഇൻഷുറൻസ് പ്ലാൻസ്, ഓപ്ഷൻ ബി ടേം ഇൻഷുറൻസ് പോളിസികൾ, ഓപ്ഷൻ സി മണി ബാക്ക് ഇൻഷുറൻസ് പ്ലാൻസ്, ഓപ്ഷൻ ഡി യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ടേം ഇൻഷുറൻസ് പോളിസികൾ. ഡെത്ത് കവറേജ് മാത്രമാണ് ഇത്തരം പോളിസികൾ നൽകുന്നത്. അതിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് ടേം പൂർത്തിയായി കഴിഞ്ഞാൽ സാധാരണ ടേം ഇൻഷുറൻസ് പോളിസികളിൽ നിന്ന് തിരിച്ചൊന്നും ലഭിക്കില്ല. അത്രയും കാലത്തെ പരിരക്ഷ, മരണത്തിന്
മൂലമുള്ള സാമ്പത്തിക നഷ്ടത്തിനുള്ള പരിരക്ഷ നൽകുന്നു എന്ന് മാത്രം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ലൈഫ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന ഉദ്ദേശം സഫലീകരിക്കാത്ത ഇൻഷുറൻസാണ് ടേം അഷുറൻസ്. മികച്ച ക്യാഷ് വാല്യൂ ഉള്ള പോളിസികളാണ് ടേം അഷുറൻസ്. ഓപ്ഷൻ സി, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കവറേജ് തരുന്ന പോളിസികളാണ് ടേം അഷുറൻസ്. ഓപ്ഷൻ ഡി പറയുന്നത് ഒന്നും ശരിയല്ല. ശരിയായ പ്രസ്താവന, കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കവറേജ് തരുന്ന തരം പോളിസികളാണ് ടേം അഷുറൻസ് പോളിസികൾ. പ്രീമിയം കുറവായിരിക്കും, കാരണം റിസ്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സാമ്പത്തിക മൂല്യമൊന്നും അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവില്ല. അതായത് ക്യാഷ് വാല്യൂ ഘടകം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞത് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. കുറയുന്ന ടേം അഷുറൻസിൻ്റെ കാര്യത്തിൽ, ടേം അഷുറൻസിന് പലതരത്തിലുണ്ട്. കൂടി വരുന്ന ടേം അഷുറൻസ്, കുറയുന്ന ടേം അഷുറൻസ്, ഒരേ രീതിയിൽ പോകുന്ന ടേം അഷുറൻസ്, ലെവലായിട്ട്, അതായത് എല്ലാ കാലത്തും ബെനിഫിറ്റ് ഒരുപോലെ ആയിരിക്കും. അത്തരം ടേം അഷുറൻസുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറയുന്ന ടേം അഷുറൻസിൻ്റെ കാര്യത്തിൽ കാലാവധി ഉടനീളം പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി, കാലാവധി ഉടനീളം പ്രീമിയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓപ്ഷൻ സി, പകുതി ടേം കഴിഞ്ഞാൽ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓപ്ഷൻ ഡി, കാലാവധി ഉടനീളം പ്രീമിയം സ്ഥിരമായിരിക്കും. കുറയുന്ന ടേം ഇൻഷുറൻസിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ വർഷം കഴിയുന്നതോറും ബെനിഫിറ്റ് കുറഞ്ഞ് അവസാനം 0 ആയി മാറും. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി, കാലാവധി ഉടനീളം പ്രീമിയം സ്ഥിരമായിരിക്കും. അതായത് ആനുകൂല്യം അല്ലെങ്കിൽ സം അഷ്വേർഡ് കുറഞ്ഞു വരുമ്പോഴും കാലാവധി ഉടനീളം പ്രീമിയം സ്ഥിരമായിരിക്കും. അടുത്ത ചോദ്യം, ചോദ്യം 17. ആജീവനാന്ത പരിരക്ഷ ഉറപ്പ് നൽകുന്ന പദ്ധതികളാണ് റിട്ടയർമെൻറ്റ് പ്ലാൻസ്, എൻഡോമെൻറ്റ് പ്ലാൻസ്, ആജീവനാന്ത ഇൻഷുറൻസ് പദ്ധതികൾ അല്ലെങ്കിൽ ഹോൾ ലൈഫ് പ്ലാനുകൾ, യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ്. ആജീവനാന്ത പരിരക്ഷ ഉറപ്പു തരുന്ന പദ്ധതികൾ. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി, ആജീവനാന്ത ഇൻഷുറൻസ് പദ്ധതികൾ അല്ലെങ്കിൽ ഹോൾ ലൈഫ് പ്ലാനുകൾ എന്ന് പറയും. മരിക്കുന്നത് വരെ ഈ ഇൻഷുറൻസിൽ നിന്ന് കവറേജ് ഉണ്ടാവും. എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആനുകൂല്യം നോമിനിക്കോ അല്ലെങ്കിൽ ആർക്കാണോ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 18. എൻഡോമെൻറ്റ് പദ്ധതികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. മരണാനുകൂല്യം മാത്രം തരുന്ന പദ്ധതികളാണ് എൻഡോമെൻറ്റ് പദ്ധതികൾ. ഓപ്ഷൻ ബി, മരണാനുകൂല്യവും മെച്യൂരിറ്റി ആനുകൂല്യവും തരുന്ന പദ്ധതികളാണ് എൻഡോമെൻറ്റ് പദ്ധതികൾ. ഓപ്ഷൻ സി, മെച്യൂരിറ്റി ആനുകൂല്യം മാത്രം തരുന്ന തരം പദ്ധതികളാണ് എൻഡോമെൻറ്റ് പദ്ധതികൾ. ഓപ്ഷൻ ഡി പറയുന്നു, ചില അവസരങ്ങളിൽ മാത്രം മരണാനുകൂല്യവും മെച്യൂരിറ്റി ആനുകൂല്യവും തരുന്ന തരം പദ്ധതികളാണ് എൻഡോമെൻറ്റ് പദ്ധതികൾ. എൻഡോമെൻറ്റ് പദ്ധതികളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബി, മരണാനുകൂല്യവും മെച്യൂരിറ്റി ആനുകൂല്യവും തരുന്ന തരം പദ്ധതികളാണ് എൻഡോമെൻറ്റ് പദ്ധതികൾ. അതായത് കാലാവധിക്കകത്ത് മരിച്ചു കഴിഞ്ഞാൽ മരണാനുകൂല്യം കിട്ടും. കാലാവധി തീരുമ്പോഴും മരിച്ചില്ലെങ്കിൽ ആ സമയത്ത് പോളിസിയിൽ നിന്ന് മെച്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടും. അടുത്ത ചോദ്യം 19. വിത്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബോണസ് ലഭിക്കുന്ന പദ്ധതികൾക്ക് ഓപ്ഷൻ എ, വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് പ്രീമിയം കുറവായിരിക്കും. ഓപ്ഷൻ ബി, വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികളുടേതിന് തുല്യ പ്രീമിയം ആയിരിക്കും. ഓപ്ഷൻ സി, വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് ലെവൽ പ്രീമിയം ആയിരിക്കും. ഓപ്ഷൻ ഡി, വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് പ്രീമിയം കൂടുതലായിരിക്കും. വിത്ത് പ്രോഫിറ്റ് പദ്ധതികൾ അല്ലെങ്കിൽ ബോണസ് ലഭിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ബോണസ് ലഭിക്കാൻ അർഹതയില്ലാത്ത പദ്ധതികൾ, ബോണസ് ലഭിക്കാത്ത പദ്ധതികൾ. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. വിത്തൗട്ട് പ്രോഫിറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് പ്രീമിയം കൂടുതലായിരിക്കും. ഏതിൽ? വിത്ത് പ്രോഫിറ്റ് പദ്ധതികൾ. കാരണം വിത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് ബോണസ് കൊടുക്കണം. അത് കമ്പനിക്ക് ഒരു സാമ്പത്തിക റിസ്ക് കൂടിയാണ്. അപ്പോൾ റിസ്ക് കൂടുന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രീമിയവും കൂടണം. അടുത്ത ചോദ്യം 20. ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളെ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നു: മണി ബാക്ക് പദ്ധതികൾ, വിത്ത് പ്രോഫിറ്റ് പദ്ധതികൾ, ടേം ഇൻഷുറൻസ്, എൻഡോമെൻറ്റ് പദ്ധതികൾ. മണി ബാക്ക് പദ്ധതികൾ, എൻഡോമെൻറ്റ് പദ്ധതികൾ. ഓപ്ഷൻ ഡി, ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യ പദ്ധതികൾ, നോൺ ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യമല്ലാത്ത അല്ലെങ്കിൽ പ്രാമാണികമല്ലാത്ത പദ്ധതികൾ. മലയാളം ബുക്കിലുള്ള മലയാളമാണ് ചില സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
പ്രാമാണികമല്ലാത്ത പദ്ധതികൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മലയാളം ബുക്കിനകത്ത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യ പദ്ധതികളും നോൺ ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യേതര പദ്ധതികൾ അല്ലെങ്കിൽ പ്രാമാണികമല്ലാത്ത പദ്ധതികൾ, ഇത്തരം ടേമുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുക. കാരണം ചോദ്യം വരുന്ന സമയത്ത് മലയാളത്തിലെ ബുക്കിലെ തരം ടേമുകളായിരിക്കും ചിലപ്പം ഉപയോഗിക്കുക ചോദ്യത്തിനകത്ത്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള തർജ്ജമ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ആ ബുക്കിൽ. അത് ഒന്ന് ശ്രദ്ധിക്കാനും ശ്രമിക്കുക. അടുത്ത ചോദ്യം 21. പരമ്പരാഗത പദ്ധതികൾ ബണ്ടിൽഡ് പ്ലാൻസ് എന്നറിയപ്പെടാൻ കാരണം. ഓപ്ഷൻ എ പരിരക്ഷയുടെ ഘടകങ്ങൾ വേർതിരിച്ചിരിക്കുന്നതിനാൽ. ഓപ്ഷൻ ബി ആനുകൂല്യങ്ങളുടെ ഘടകങ്ങൾ വേർതിരിച്ചിരിക്കുന്നതിനാൽ. ഓപ്ഷൻ സി പരിരക്ഷയുടെയും ആനുകൂല്യങ്ങളുടെയും ഒറ്റ പാക്കേജായി അവതരിപ്പിക്കപ്പെടുന്നതിനാൽ. ഓപ്ഷൻ ഡി പരിരക്ഷയുടെയും ആനുകൂല്യങ്ങളുടെയും ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ. പരമ്പരാഗത പദ്ധതികളെ ബണ്ടിൽഡ് പ്ലാൻസ് എന്നറിയപ്പെടുന്നുണ്ട്. പരമ്പരാഗതമല്ലാത്ത പദ്ധതികൾ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യേതര പദ്ധതികളെ അൺബണ്ടിൽഡ് പ്ലാൻസും എന്നറിയപ്പെടുന്നുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. പരിരക്ഷയുടെയും ആനുകൂല്യങ്ങളുടെയും ഒറ്റ പാക്കേജായി അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് പാരമ്പര്യ പദ്ധതികളെ ബണ്ടിൽഡ് പ്ലാൻസ് എന്ന് പറയുന്നത്. കൂട്ടിക്കെട്ടിയ പദ്ധതികൾ എന്നുള്ള അർത്ഥമാണ് അതിന് വരിക. ഒന്നിച്ച് അവതരിപ്പിക്കുന്നു. അടുത്ത ചോദ്യം 22. എന്താണ് NAV അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം. ഓപ്ഷൻ ബി ഫണ്ട് വാല്യൂ. ഓപ്ഷൻ സി ആനുകൂല്യങ്ങളുടെ ആകെത്തുക. ഓപ്ഷൻ ഡി മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു യൂണിറ്റിൻ്റെ വില അല്ലെങ്കിൽ മൂല്യം. എന്താണ് NAV നെറ്റ് അസറ്റ് വാല്യൂ എന്നർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു യൂണിറ്റിൻ്റെ വിലയാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം 23. ഒരു ഫണ്ടിൻ്റെ യൂണിറ്റുകൾ ഇക്വിറ്റി ഷെയറിലും കടപ്പത്രങ്ങളിലുമായാണ് നിക്ഷേപമെങ്കിൽ അവയെ അല്ലെങ്കിൽ അത്തരം ഫണ്ടുകളെ ഡാഷ് ഫണ്ട് എന്ന് പറയുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഇക്വിറ്റി ഫണ്ട്, ബി ഡെറ്റ് ഫണ്ട്, സി ബാലൻസ്ഡ് ഫണ്ട്, ഡി മണി മാർക്കറ്റ് ഫണ്ട്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് ഫണ്ട്. അതായത് ഒരു ഫണ്ടിൻ്റെ യൂണിറ്റുകൾ ഇക്വിറ്റി ഷെയറിലും നിക്ഷേപിക്കുന്നുണ്ട്, കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വ്യത്യസ്ത റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അത്തരം ഫണ്ടുകളെ ബാലൻസ്ഡ് ഫണ്ട് എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം 24. ട്രഷറി ബില്ലുകൾ, ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, കമേഴ്ഷ്യൽ പേപ്പറുകൾ തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഇക്വിറ്റി ഫണ്ട്, ബി മണി മാർക്കറ്റ് ഫണ്ട്, സി ബാലൻസ്ഡ് ഫണ്ട്, ഡി ഡെറ്റ് ഫണ്ട്. ട്രഷറി ബില്ല്, ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പേപ്പറുകൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിലാണ് ഇത്തരം ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത്. അത്തരം ഫണ്ടുകളെയാണ് ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക മണി മാർക്കറ്റ് ഫണ്ട്. അടുത്ത ചോദ്യം 25. യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളിലെ നിക്ഷേപ റിസ്ക് പോളിസി ഉടമയ്ക്കാണ്. ഓപ്ഷൻ ബി ഫണ്ടുകളുടെ യൂണിറ്റ് മൂല്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി ഗ്യാരണ്ടി നൽകുന്നില്ല. ഓപ്ഷൻ സി യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകൾ ബണ്ടിൽഡ് ഉൽപ്പന്നങ്ങളാണ്. ഓപ്ഷൻ ഡി യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളിൽ നിക്ഷേപ ഫണ്ടുകൾ പോളിസി ഉടമയ്ക്ക് തിരഞ്ഞെടുക്കാം. യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകൾ ബണ്ടിൽഡ് ഉൽപ്പന്നങ്ങളാണ് എന്ന പ്രസ്താവന തെറ്റാണ്. യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകൾ അൺബണ്ടിൽഡ് ഉൽപ്പന്നങ്ങളാണ്. ബാക്കി എല്ലാ പ്രസ്താവനയും ശരിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ IC38 സെക്ഷൻ 1, സെക്ഷൻ 3 എന്നിവയുടെ പ്രാക്ടീസിന് IC38 എക്സാം വിന്നർ വീഡിയോ സീരീസ് 1ഉം വീഡിയോ സീരീസ് 3യും കാണുക. അടുത്ത ചോദ്യം 26. യുലി പദ്ധതിയിൽ മെച്യൂരിറ്റി ബെനിഫിറ്റ് എല്ലായ്പ്പോഴും ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ സം അഷ്വേർഡ്, ഓപ്ഷൻ ബി ഫണ്ട് വാല്യൂ,
ഓപ്ഷൻ സി സം അഷ്വേർഡ് പ്ലസ് ഫണ്ട് വാല്യൂ. ഓപ്ഷൻ ഡി സം അഷ്വേർഡ് അല്ലെങ്കിൽ ഫണ്ട് വാല്യൂ കൂടുതൽ ഏതാണോ അത്. യുലിപ് പദ്ധതിയിൽ മെച്യൂരിറ്റി ബെനിഫിറ്റ് എല്ലായ്പ്പോഴും, ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഫണ്ട് വാല്യൂ ആയിരിക്കും. മെച്യൂരിറ്റി ബെനിഫിറ്റ് എല്ലായ്പ്പോഴും ഫണ്ട് വാല്യൂ ആയിരിക്കും. അടുത്ത ചോദ്യം 27. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ മാരീഡ് വിമൻ പ്രോപ്പർട്ടി ആക്ടിന് MWP ആക്ട് അതിന് കീഴിൽ വരുന്ന പോളിസികൾ കോടതികൾക്ക് പോലും അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. ഓപ്ഷൻ ബി MWP ആക്ടിനാണ് കീഴിൽ വരുന്ന പോളിസികൾ സറണ്ടർ ചെയ്യാൻ കഴിയില്ല. ഓപ്ഷൻ സി MWP ആക്ടിന് കീഴിൽ വരുന്ന പോളിസികൾ നോമിനേഷൻ അനുവദിക്കും. ഓപ്ഷൻ ഡി MWP ആക്ടിന് കീഴിൽ വരുന്ന പോളിസികളിൽ അസൈൻമെൻറ്റ് അനുവദിക്കില്ല. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. MWP ആക്ടിന് കീഴിൽ വരുന്ന പോളിസികളിൽ നോമിനേഷൻ അനുവദിക്കും എന്ന പ്രസ്താവന തെറ്റാണ്. നോമിനേഷനും അനുവദിക്കില്ല. ബാക്കി എല്ലാ പ്രസ്താവനകളും ശ്രദ്ധിക്കുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം 28. ഗാർഹിക വായ്പ എടുത്തവർക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്ന ഇൻഷുറൻസ് പോളിസിയാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. മോർട്ട്ഗേജ് റിഡംഷൻ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലോൺ പ്രൊട്ടക്ഷൻ പോളിസി എന്ന് വിളിക്കുന്ന പോളിസി. അടുത്തത് ബി MWP ആക്ട് പോളിസികൾ. അടുത്തത് സി കീമാൻ ഇൻഷുറൻസ്. ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ ഇൻഷുറൻസ്. ഗാർഹിക വായ്പ എടുത്തവർക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്നതിനുള്ള ഇൻഷുറൻസ് പോളിസി. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ആണ് കറക്റ്റ് ഉത്തരം. മോർട്ട്ഗേജ് റിഡംഷൻ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലോൺ പ്രൊട്ടക്ഷൻ പോളിസി. ഇത് ഒരു കുറഞ്ഞു വരുന്ന ടേം ഇൻഷുറൻസ് ആണ്. അടുത്ത ചോദ്യം 29. പോളിസി വാങ്ങാൻ ഇൻഷുർഡ് നൽകുന്ന വിലയാണ് ഡാഷ്. ഓപ്ഷൻ എ സർവീസ് ടാക്സ്. ഓപ്ഷൻ ബി മോർട്ടാലിറ്റി ചാർജ്. ഓപ്ഷൻ സി പ്രീമിയം. ഓപ്ഷൻ ഡി നെറ്റ് പ്രീമിയം. പോളിസി വാങ്ങാൻ ഇൻഷുർഡ് നൽകുന്ന വിലയാണ് പ്രീമിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ചോദ്യം 30. പ്രീമിയം ടേബിളിൽ കൊടുത്തിരിക്കുന്ന പ്രീമിയമാണ് ഡാഷ് പ്രീമിയം. ആ പ്രീമിയത്തെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രോസ് പ്രീമിയം. ഓപ്ഷൻ ബി റിസ്ക് പ്രീമിയം. ഓപ്ഷൻ സി ഓഫീസ് പ്രീമിയം. ഓപ്ഷൻ ഡി നെറ്റ് പ്രീമിയം. പ്രീമിയം ടേബിളിൽ കൊടുത്തിരിക്കുന്ന പ്രീമിയത്തെ എന്താണ് വിളിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ഓഫീസ് പ്രീമിയം. അടുത്ത ചോദ്യം 31. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പ്രീമിയത്തിന് സാധാരണ നൽകുന്ന ഒരു റിബേറ്റാണ് ഉയർന്ന സമ്മേഷേർഡിനുള്ള റിബേറ്റ്. വാർഷിക അർദ്ധവാർഷിക പ്രീമിയം അടവുകൾക്ക് സാധാരണ റിബേറ്റ് നൽകാറുണ്ട്. ഓപ്ഷൻ സി അധിക റിസ്കിന് സാധാരണയായി അധിക പ്രീമിയം ഈടാക്കും. ഓപ്ഷൻ ഡി മാസത്തവണകളായി പ്രീമിയം അടക്കുന്നവർക്ക് റിബേറ്റ് ലഭിക്കും. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഡി മാസത്തവണകളായി പ്രീമിയം അടക്കുന്നവർക്ക് റിബേറ്റ് ലഭിക്കുമെന്ന പ്രസ്താവന തെറ്റാണ്. സാധാരണയായി മാസത്തവണകൾ അടക്കുമ്പോൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. പ്രീമിയത്തിനോട് എക്സ്ട്രാ പ്രീമിയം ആഡ് ചെയ്യും. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 32. മരണനിരക്ക് അല്ലെങ്കിൽ മോർട്ടാലിറ്റി നിരക്ക് മാത്രം പരിഗണിച്ച് തീരുമാനിക്കുന്ന പ്രീമിയമാണ് ഡാഷ്. നെറ്റ് പ്രീമിയം. ഓപ്ഷൻ ബി റിസ്ക് പ്രീമിയം. ഓപ്ഷൻ സി ഗ്രോസ് പ്രീമിയം. ഓപ്ഷൻ ഡി ഓഫീസ് പ്രീമിയം. മരണനിരക്ക് മാത്രം പരിഗണിച്ച് തീരുമാനിക്കുന്ന പ്രീമിയം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി റിസ്ക് പ്രീമിയം. റിസ്ക് അതായത് റിസ്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇവിടെ മരണ റിസ്ക് മാത്രം. അടുത്ത ചോദ്യം 33. സർപ്ലസ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ആസ്തി പ്ലസ് ബാധ്യത. ഓപ്ഷൻ ബി ആസ്തി മൈനസ് ബാധ്യത. ഓപ്ഷൻ സി ബാധ്യത മൈനസ് ആസ്തി. ഓപ്ഷൻ ഡി ആസ്തികളുടെ ആകെത്തുക. എന്താണ് സർപ്ലസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആസ്തി മൈനസ് ബാധ്യത. അതാണ് സർപ്ലസ്. അടുത്ത ചോദ്യം 34. റിവേർഷണറി ബോണസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഓരോ വർഷവും പ്രഖ്യാപിക്കുകയും
കാലാവധി പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ക്ലെയിമിനോടൊപ്പം മാത്രം ലഭിക്കുന്നതുമായ ബോണസ്. കാലാവധി പൂർത്തിയാകുമ്പോൾ ഉദ്ദേശം പോളിസി കാലാവധി. ഓപ്ഷൻ ബി, പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുകയും ലഭിക്കുന്നതുമായ ബോണസ്. ഓപ്ഷൻ സി, ഓരോ വർഷവും പ്രഖ്യാപിക്കുകയും അപ്പോൾ ലഭിക്കുന്നതുമായ ബോണസ്. ഓപ്ഷൻ ഡി, കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രം ലഭിക്കുന്ന ബോണസ്. റിവേർഷണറി ബോണസ് എന്നാൽ ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ഓരോ വർഷവും പ്രഖ്യാപിക്കുകയും എന്നാൽ കാലാവധി പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ ഡെത്ത് ക്ലെയിം വരുമ്പോഴോ മാത്രമേ ഈ ബോണസ് കിട്ടുകയുള്ളൂ. ഓരോ വർഷവും പ്രഖ്യാപിക്കപ്പെടും. അത് നമ്മുടെ സം അഷ്വേർഡിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് അവിടെ വയ്ക്കും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, 35. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മുതിർന്നവർക്ക് റിസ്ക് പ്രീമിയം കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി, വയസ്സ് കൂടുന്തോറും റിസ്ക് പ്രീമിയം കൂടുന്നു. ഓപ്ഷൻ സി, റിസ്ക് പ്രീമിയം എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. ഓപ്ഷൻ ഡി, വയസ്സ് റിസ്ക് പ്രീമിയത്തെ ബാധിക്കുന്ന ഘടകമല്ല. ശരിയായ പ്രസ്താവന ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, വയസ്സ് കൂടുന്തോറും റിസ്ക് പ്രീമിയം കൂടുന്നു. വയസ്സ് കൂടുന്തോറും മരണത്തിനുള്ള സാധ്യതയാണ് കൂട്ടുന്നത്. അത് സ്വാഭാവികമായിട്ടും പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് വർദ്ധിപ്പിക്കുന്നു. ആ റിസ്കിനനുസരിച്ച് പ്രീമിയവും കൂടണം അപ്പോഴും. അടുത്ത ചോദ്യം 36. ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഡോക്യുമെൻറ്റുകളാണ് ഡാഷ്. ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, പ്രപ്പോസൽ ഫോം. ഓപ്ഷൻ ബി, പോളിസി ബോണ്ട്. ഓപ്ഷൻ സി, പ്രോസ്പെക്ടസ്. ഓപ്ഷൻ ഡി, ബ്രോഷർ. ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഡോക്യുമെൻറ്റുകളാണ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, പ്രോസ്പെക്ടസ്. എല്ലാ പദ്ധതികളുടെയും വിശദാംശങ്ങൾ. അടുത്ത ചോദ്യം 37. ഇൻഷുറൻസ് വാങ്ങിയ ശേഷം റിസ്ക്കുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള പ്രേരണ വർദ്ധിക്കുന്നത് ഡാഷിന് ഉദാഹരണമാണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക, തൊഴിൽ വിപത്ത് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഹസാർഡ്. ഓപ്ഷൻ ബി, ധാർമ്മിക വിപത്ത് അല്ലെങ്കിൽ മോറൽ ഹസാർഡ്. ഓപ്ഷൻ സി, പേഴ്സണൽ ഹസാർഡ്. ഓപ്ഷൻ ഡി, ഒന്നുമല്ല. ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് വാങ്ങിയ ശേഷം ഒരാൾ റിസ്ക് കൂടുതലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. അത്തരം പ്രവൃത്തികൾ ധാർമ്മിക വിപത്തിന് അല്ലെങ്കിൽ മോറൽ ഹസാർഡിന് ഉദാഹരണങ്ങളാണ്. അത് കമ്പനിയുടെ റിസ്ക് വർദ്ധിപ്പിക്കും. അടുത്ത ചോദ്യം 38. ജാതകം, റേഷൻ കാർഡ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം, വില്ലേജ് അല്ലെ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ വയസ്സ് തെളിയിക്കുന്ന രേഖകളിൽ ഏതാണ്? നോൺ സ്റ്റാൻഡേർഡ് ആണ്, ബി സ്റ്റാൻഡേർഡ് ആണ്, സി സബ്സ്റ്റാൻഡേർഡ് ആണ്, ഡി അംഗീകൃത രേഖയല്ല. വയസ്സ് തെളിയിക്കുന്ന രേഖകളായിട്ട് ഇത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, നോൺ സ്റ്റാൻഡേർഡ് ആണ്. നോൺ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫിൻ്റെ കാറ്റഗറിയിൽ വരുന്നവയാണ് ജാതകം, റേഷൻ കാർഡ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം എന്നിവ. അടുത്ത ചോദ്യം 39. പോളിസി ഡോക്യുമെൻ്റ് ലഭിച്ച് ഡാഷ് ദിവസമാണ് ഫ്രീ ലുക്ക് പീരീഡ് അല്ലെങ്കിൽ കൂളിംഗ് കാലാവധി? ഓപ്ഷൻ എ 5 ദിവസം, ഓപ്ഷൻ ബി 10 ദിവസം, ഓപ്ഷൻ സി 15 ദിവസം, ഓപ്ഷൻ ഡി 25 ദിവസം. പോളിസി ലഭിച്ചിട്ട് എത്ര ദിവസം? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 15 ദിവസം ആണ് ഫ്രീ ലുക്ക് പീരീഡ് അല്ലെങ്കിൽ കൂളിംഗ് കാലാവധി എന്ന് പറയുന്നത്. ഈ ദിവസത്തിനകം ഈ പോളിസി തനിക്ക് ഉപകാരപ്രദമല്ല അല്ലെങ്കിൽ ഉചിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പോളിസി ഉടമയ്ക്ക് അത് തിരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്ത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അടുത്ത ചോദ്യം 40. മനോജ് ഇൻഷുറൻസ് പോളിസി ഫ്രീ ലുക്ക് പീരീഡിൽ തിരികെ നൽകി. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അടച്ച പ്രീമിയം മുഴുവൻ തിരികെ ലഭിക്കും. ഓപ്ഷൻ എ. ബി, അടച്ച പ്രീമിയത്തിൽ നിന്ന് മെഡിക്കൽ പരിശോധന ചെലവ് കഴിച്ച് ബാക്കി തിരികെ ലഭിക്കും. സി, അടച്ച പ്രീമിയത്തിൽ നിന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെലവ് കഴിച്ച് ബാക്കി തിരികെ ലഭിക്കും. ഓപ്ഷൻ ഡി, അടച്ച പ്രീമിയത്തിൽ നിന്ന് പരിരക്ഷ നൽകിയ ദിവസങ്ങൾക്കുള്ള പ്രീമിയം കഴിച്ച് ബാക്കി തിരികെ ലഭിക്കും.
മനോജ് ഇൻഷുറൻസ് പോളിസി ഫ്രീ ലുക്ക് പീരീഡിലാണ് തിരിച്ചു നൽകിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ലുക്ക് പീരീഡിൽ ഒരാൾക്ക് ഒരു പോളിസി ഉടമയ്ക്ക് പോളിസി വേണമെങ്കിൽ തിരിച്ചു കൊടുത്ത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. അടച്ച പ്രീമിയം മുഴുവൻ തിരികെ ലഭിക്കുമെന്ന പ്രസ്താവന തെറ്റാണ്. അടച്ച പ്രീമിയം മുഴുവൻ ലഭിക്കില്ല. ആ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്കുണ്ടായ ചിലവുകളാണ് മെഡിക്കൽ പരിശോധനാ ചിലവ്, സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ചിലവ്, അതുപോലെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ തിരിച്ചു കൊടുക്കുന്നത് അത്രയും ദിവസത്തെ ഒരു പരിരക്ഷ ഈ പോളിസി ഉടമയ്ക്ക് ഇൻഷുറൻസ് കമ്പനി നൽകിയിട്ടുണ്ട്. അത്രയും ദിവസത്തെ പരിരക്ഷയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു തുക, ഇത്രയും പൈസ കിഴിവുണ്ടാവും, ബാക്കി പ്രീമിയം തിരിച്ചു കൊടുക്കും. അടുത്ത ചോദ്യം 41. പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് ഡാഷ്. എ. പ്രപ്പോസൽ ഫോം. ഓപ്ഷൻ ബി. ഒപ്പുവച്ച സെയിൽസ് ഇലിസ്ട്രേഷൻ കോപ്പി. ഓപ്ഷൻ സി. FPR ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ്. ഓപ്ഷൻ ഡി. RPR റിന്യൂവൽ പ്രീമിയം റെസിപ്റ്റ്. പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. FPR ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ്. ആദ്യത്തെ പ്രീമിയം അടച്ച് പ്രീമിയം റെസിപ്റ്റ് തന്നു കഴിഞ്ഞാൽ ആ പ്രീമിയം റെസിപ്റ്റ് പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് പരിഗണിക്കും. അടുത്ത ചോദ്യം 42. മിസ്റ്റർ രതീഷിൻ്റെ ഇൻഷുറൻസ് പോളിസി നഷ്ടപ്പെട്ടു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ. ഇൻഷുറൻസ് കോൺട്രാക്റ്റ് നിയമപരമായി അവസാനിക്കും. ഓപ്ഷൻ ബി. ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകില്ല. ഓപ്ഷൻ സി. ഇൻഷുറൻസ് പരിരക്ഷയെ താൽക്കാലികമായി ബാധിക്കും. ഓപ്ഷൻ ഡി. കോൺട്രാക്റ്റിൽ യാതൊരു മാറ്റവും വരുത്താതെ ഇൻഷുറൻസ് കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഇഷ്യൂ ചെയ്യും. രതീഷിൻ്റെ ഇൻഷുറൻസ് പോളിസി നഷ്ടപ്പെട്ടു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. കോൺട്രാക്റ്റിൽ യാതൊരു മാറ്റവും വരുത്താതെ ഇൻഷുറൻസ് കമ്പനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഇഷ്യൂ ചെയ്യാം. ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ. പോളിസി നഷ്ടപ്പെടുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ ബാധിക്കില്ല. ഓപ്ഷൻ ബി. പോളിസി ഡോക്യുമെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പ് പതിച്ച് സ്റ്റാമ്പ് ചെയ്യണം. ഓപ്ഷൻ സി. പോളിസി ഡോക്യുമെൻ്റ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് പതിക്കണം. ഓപ്ഷൻ ഡി. പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് പ്രപ്പോസൽ ഫോം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി. പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് പ്രപ്പോസൽ ഫോം എന്ന് പറയാൻ കഴിയില്ല. പ്രപ്പോസൽ ഫോം ആപ്ലിക്കേഷൻ ഫോം മാത്രമാണ്. അടുത്ത ചോദ്യം 44. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ. ഡിക്ലറേഷൻ. ഓപ്ഷൻ ബി. പോളിസി ബോണ്ട്. ഓപ്ഷൻ സി. പ്രപ്പോസൽ ഫോം. ഓപ്ഷൻ ഡി. ഏജൻറ്റിൻ്റെ എഴുത്ത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവ്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക. പോളിസി ബോണ്ട്. നമുക്ക് കിട്ടുന്ന പോളിസി ബോണ്ട്, അതാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവ്. അടുത്ത ചോദ്യം 45. ഡ്യൂ ഡേറ്റിന് ശേഷവും പ്രീമിയം അടക്കാൻ കിട്ടുന്ന അധിക കാലമാണ് ഡാഷ്. ഓപ്ഷൻ എ. ഫ്രീ ലുക്ക് പീരീഡ്. ഓപ്ഷൻ ബി. ഗ്രേസ് പീരീഡ് അല്ലെങ്കിൽ ദാക്ഷിണ്യ അവധി. ഓപ്ഷൻ സി. ലോക്ക് ഇൻ പീരീഡ്. ഓപ്ഷൻ ഡി. എക്സ്ട്രാ ടൈം. ഡ്യൂ ഡേറ്റിന് ശേഷവും ഒരു നിശ്ചിത കാലത്തിനകത്ത് പ്രീമിയം അടച്ചാലും മതി എന്നാണ് പറയുന്നത്. ഉത്തരം നോക്കുക. ഗ്രേസ് പീരീഡ്, ദാക്ഷിണ്യ അവധി. അടുത്ത ചോദ്യം 46. പോളിസി ലാപ്സ് ആയതായി കണക്കാക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ. ഡ്യൂ ഡേറ്റിന് മുമ്പ് പ്രീമിയം അടക്കാതിരുന്നാൽ. ഓപ്ഷൻ ബി. ഡ്യൂ ഡേറ്റിന് ശേഷവും പ്രീമിയം അടക്കാതിരുന്നാൽ. ഓപ്ഷൻ സി. ഗ്രേസ് പീരീഡിലും പ്രീമിയം അടക്കാതിരുന്നാൽ. ഓപ്ഷൻ ഡി. ഒന്നും ശരിയല്ല. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? പോളിസി ലാപ്സായി കണക്കാക്കുന്നത് എപ്പോഴാണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഗ്രേസ് പീരീഡിനകത്തും പ്രീമിയം അടക്കാതിരുന്നാൽ പോളിസി ലാപ്സായി കണക്കാക്കും. ഡ്യൂ ഡേറ്റിനകത്ത് പ്രീമിയം അടച്ചില്ലെങ്കിൽ ലാപ്സ് ആവില്ല. ഗ്രേസ് പീരീഡിനകത്ത് അടച്ചാലും മതി. അടുത്ത ചോദ്യം 47. പ്രീമിയം അടക്കാതെ ഗ്രേസ് പീരീഡിൽ ഇൻഷുർഡ് മരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പോളിസി ഉടമ പ്രീമിയം അടച്ചില്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, പ്രീമിയം അടച്ചില്ല, ഗ്രേസ് പീരീഡിലാണുള്ളത്, പ്രീമിയം അടച്ചിട്ടില്ല, മരണം സംഭവിച്ചു. എന്താ സംഭവിക്കുക? ഓപ്ഷൻ എ. അടക്കാനുള്ള പ്രീമിയം കഴിച്ച് ബാക്കി ബെനിഫിറ്റ് ലഭിക്കും.
ഓപ്ഷൻ ബി ബെനിഫിറ്റ് കിഴിവുകളില്ലാതെ പൂർണ്ണമായും ലഭിക്കും. ഓപ്ഷൻ സി ബെനിഫിറ്റിന് അർഹതയില്ല. ഓപ്ഷൻ ഡി നിലവിലെ പോളിസി വർഷം പൂർത്തിയാകുമ്പോൾ ബെനിഫിറ്റ് നൽകും. ഗ്രേസ് പീരീഡിൽ പോളിസി പ്രീമിയം അടക്കാതിരുന്ന അവസ്ഥയിൽ മരണം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ആനുകൂല്യം ലഭിക്കുക? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. അടക്കാനുള്ള പ്രീമിയം എത്രയാണോ അത് കഴിച്ച് ബാക്കി ബെനിഫിറ്റ് നോമിനിക്ക് കൊടുക്കും. അടുത്ത ചോദ്യം 48. പോളിസി പുനരുദ്ധാരണം റിവൈവൽ അനുവദിക്കുന്നത് ഓപ്ഷൻ എ നിബന്ധനകളില്ലാതെ, ഓപ്ഷൻ ബി ലാപ്സായ ശേഷം എപ്പോൾ വേണമെങ്കിലും അനുവദിക്കും, ഓപ്ഷൻ സി ചില നിബന്ധനകളോടെ മാത്രം, ഓപ്ഷൻ ഡി ഇൻഷുറൻസ് തുടരുന്നതിനുള്ള തൃപ്തികരമായ തെളിവുകളില്ലാതെ. പോളിസി പുനരുദ്ധാരണം അനുവദിക്കുന്നത് മുടങ്ങിപ്പോയ പോളിസി തിരിച്ച് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കും. കമ്പനി അനുവദിക്കണം. ആ അനുവദിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയാണ് ചോദിക്കുന്നത്. നിബന്ധനകളില്ലാതെ അനുവദിക്കുമോ, ലാപ്സായ ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ചില നിബന്ധനകളോട് മാത്രമേ പുനരുദ്ധാരണം നടത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒത്തിരി നിബന്ധനകളുണ്ട്, അത് പിന്നീട് മനസ്സിലാക്കിയെടുക്കുക. നിബന്ധനകളില്ലാതെ പറ്റില്ല. ലാപ്സായ ശേഷം എപ്പോൾ വേണമെങ്കിലും പുനരുദ്ധരിക്കാം എന്ന് വിചാരിച്ചാലും നടക്കില്ല. അടുത്ത ചോദ്യം 49. പലിശയടക്കം കുടിശ്ശിക അടച്ച് പോളിസി പുനരുദ്ധരിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ പ്രത്യേക പുനരുദ്ധാരണം, ഓപ്ഷൻ ബി ഇൻസ്റ്റാൾമെൻറ്റ് റിവൈവൽ, ഓപ്ഷൻ സി സാധാരണ പുനരുദ്ധാരണം, ഓപ്ഷൻ ഡി ലോൺ കം റിവൈവൽ. പലിശയടക്കം കുടിശ്ശിക അടച്ച് അതുവരെ അടക്കാനുള്ള മൊത്തം പ്രീമിയവും അതിൻ്റെ പലിശയും അടച്ച് പോളിസി പുനരുദ്ധരിക്കുന്ന രീതിയാണ് കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, സാധാരണ പുനരുദ്ധാരണം. ഇതുവരെ അടക്കാനുള്ള പ്രീമിയം എത്രയാണോ അതിൻ്റെ ആകത്തുകയും അതിന് പിഴപ്പലിശയും അടക്കുക. അടുത്ത ചോദ്യം 50. പോളിസി ലോൺ ഉപയോഗിച്ച് പോളിസി പുനരുദ്ധരിക്കുന്ന രീതിയാണ് ഓപ്ഷൻ എ സാധാരണ പുനരുദ്ധാരണം, ഓപ്ഷൻ ബി പ്രത്യേക പുനരുദ്ധാരണം, ഓപ്ഷൻ സി ഇൻസ്റ്റാൾമെൻറ്റ് റിവൈവൽ, ഓപ്ഷൻ ഡി ലോൺ കം റിവൈവൽ. പോളിസി ലോൺ ഉപയോഗിച്ച് പോളിസി പുനരുദ്ധരിക്കുന്ന രീതി അതിൽ തന്നെ ഉണ്ടത്. ഓപ്ഷൻ ശ്രദ്ധിക്കുക, ലോൺ കം റിവൈവൽ. പോളിസിക്കകത്ത് ലോൺ കൊടുക്കുന്നു, ഈ ലോൺ ഉപയോഗിച്ച് അതുവരെ അടക്കാനുള്ള പലിശ അടക്കമുള്ള കുടിശ്ശിക അടച്ചു തീർക്കുന്നു. അത്തരമൊരു രീതിയിൽ പോളിസി പുനരുദ്ധരിക്കുന്ന പുനരുദ്ധരിക്കുന്ന രീതിയാണ് ലോൺ കം റിവൈവൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും പോസ്റ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം നമ്പർ 51. ലാപ്സായ പോളിസിയുടെ കാര്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പോളിസികൾ ലാപ്സാകുന്നത് കൊണ്ട് കമ്പനിക്കും ഇൻഷുർഡിനും ഗുണമുണ്ട്. ഓപ്ഷൻ ബി പോളിസികൾ ലാപ്സാകുന്നത് കൊണ്ട് ഇൻഷുർഡിന് മാത്രമാണ് ഗുണം. ഓപ്ഷൻ സി പോളിസികൾ ലാപ്സാകുന്നത് കൊണ്ട് കമ്പനിക്ക് മാത്രമാണ് ഗുണം. ഓപ്ഷൻ ഡി ലാപ്സായ പോളിസികൾ കൊണ്ട് ഇൻഷുർഡിനോ കമ്പനിക്കോ യാതൊരു ഗുണവുമില്ല. പോളിസികൾ ലാപ്സാവുന്ന കാര്യത്തിൽ ഏതാണ് ശരിയായ പ്രസ്താവന? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. പോളിസികൾ ലാപ്സാവുന്നത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കോ യാതൊരു ഗുണവുമില്ല. അടുത്ത ചോദ്യം 52. പോളിസി ലോൺ പരിധി സറണ്ടർ വാല്യൂവിൻ്റെ എത്ര ശതമാനമാണ്? ഡാഷ് ശതമാനമാണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 25%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 90%, ഓപ്ഷൻ ഡി 95%. അതായത് എത്ര ആണ് പോളിസി ലോൺ കൊടുക്കുന്നത്, സറണ്ടർ വാല്യൂവിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ആണ് പോളിസി ലോണായിട്ട് കൊടുക്കുക. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 90%. സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ 90% വരെ പോളിസി ലോൺ അനുവദിക്കും. അടുത്ത ചോദ്യം 53. അപ്പോയിൻറ്റിയെ നിയമിച്ചിട്ടില്ലാത്ത ഒരു പോളിസിയിൽ ഇൻഷുർഡ് മരിക്കുമ്പോൾ നോമിനി മൈനറുമാണെങ്കിൽ ആനുകൂല്യം ഡാഷിന് ലഭിക്കും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഇൻഷുർഡിൻ്റെ ബന്ധുവിന്, ഓപ്ഷൻ ബി നോമിനിയുടെ ബന്ധുവിന്, ഓപ്ഷൻ സി ഇൻഷുർഡിൻ്റെ നിയമപരമായ പിന്തുടർച്ചാവകാശിക്ക്, ഓപ്ഷൻ ഡി നോമിനിയുടെ നിയമപരമായ പിന്തുടർച്ചാവകാശിക്ക്. അതൊരു പോളിസിയിൽ അപ്പോയിൻറ്റിയെ നിയമിച്ചിട്ടില്ല,
പോളിസി ഉടമ മരിക്കുമ്പോൾ അത് ഇൻഷുവേർഡ് മരിക്കുമ്പോൾ നോമിനി മൈനറുമാണ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇൻഷുവേർഡിൻ്റെ നിയമപരമായ പിന്തുടർച്ചാവകാശിക്ക്. കാരണം നോമിനി മൈനറായത് കാരണം മൈനറുമായിട്ട് സാമ്പത്തിക ഇടപാട് നടക്കില്ല. അതുകൊണ്ട് തന്നെ നോമിനി മൈനറാണെങ്കിൽ ആ സമയത്ത് ഇൻഷുവേർഡിൻ്റെ നിയമപരമായ പിന്തുടർച്ചാവകാശിക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക, അപ്പോയിൻറ്റിയെ നിയമിച്ചിട്ടില്ലാത്ത പോളിസിയിൽ. അടുത്ത ചോദ്യം 54. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, നോമിനിക്ക് ക്ലെയിം തുകയുടെ പൂർണ്ണ അവകാശമില്ല. ഓപ്ഷൻ ബി, പോളിസി വാങ്ങുന്ന സമയത്തോ പിന്നീടോ നോമിനേഷൻ നടത്താം. ഓപ്ഷൻ സി, നോമിനേഷൻ ഇല്ലാത്ത പോളിസി ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഓപ്ഷൻ ഡി, പോളിസി ലോണിനായുള്ള അസൈൻമെൻറ്റ് ഒഴികെയുള്ള എല്ലാ അസൈൻമെൻറ്റുകളും പോളിസിയിലെ നോമിനേഷൻ റദ്ദാക്കും. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി, നോമിനേഷൻ ഇല്ലാതെ പോളിസി ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല എന്ന പ്രസ്താവന തെറ്റാണ്. നോമിനേഷൻ ഇല്ലെങ്കിലും പോളിസി ഇഷ്യൂ ചെയ്യാം. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 55. നോമിനി മൈനറാണെങ്കിൽ ഇൻഷുവേർഡ് ഒരു ഡാഷ് കൂടി നിയമിക്കണം. നോമിനി മൈനറാണെങ്കിൽ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഗാർഡിയൻ. ഓപ്ഷൻ ബി, അപ്പോയിൻറ്റി. ഓപ്ഷൻ സി, ഒരു ട്രസ്റ്റ്. ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോയിൻറ്റി. നോമിനി മൈനറാണെങ്കിൽ ഇൻഷുവേർഡ് ഒരു അപ്പോയിൻറ്റിയെ കൂടി നിയമിക്കണം. നേരത്തെ സംസാരിച്ച് ഓർത്ത് കാണും. അപ്പോയിൻറ്റി ഇല്ലെങ്കിൽ, നോമിനി മൈനറുമാണെങ്കിൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് അതായത് ഇൻഷുവേർഡിൻ്റെ പോളിസിയുടെ ഇൻഷുവേർഡിൻ്റെ പിന്തുടർച്ചാവകാശിക്കായിരിക്കും പോവുക. അടുത്ത ചോദ്യം 56. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, അസൈൻമെൻറ്റിന് സാക്ഷി നിർബന്ധമാണ്. ഓപ്ഷൻ ബി, ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി മുഴുവനായോ ഭാഗികമായോ അസൈൻ ചെയ്യാം. ഓപ്ഷൻ സി, പോളിസി ലോൺ എടുക്കുമ്പോൾ പോളിസി ഇൻഷുറൻസ് കമ്പനിയുടെ പേരിൽ അസൈൻ ചെയ്യണം. ഓപ്ഷൻ ഡി, വ്യവസ്ഥാപരമായ അസൈൻമെൻറ്റിൽ അതായത് കണ്ടീഷണൽ അസൈൻമെൻറ്റിൽ എല്ലാ അവകാശങ്ങളും നിരുപാധികം അസൈനിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒരു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നോക്കുക. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി, വ്യവസ്ഥാപരമായ അസൈൻമെൻറ്റിൽ അതായത് കണ്ടീഷൻ അസൈൻമെൻറ്റിൽ എല്ലാ അവകാശങ്ങളും നിരുപാധികം അസൈനിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതും നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം 57. ഇവർക്ക് സാധാരണയിലും കുറഞ്ഞ പ്രീമിയം നിരക്കായിരിക്കും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ, നിലവാരമുള്ള ജീവിതങ്ങൾ സ്റ്റാൻഡേർഡ് ലൈഫ്. ബി, തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങൾ പ്രിഫേർഡ് റിസ്ക്. സി, നിലവാരമില്ലാത്ത ജീവിതങ്ങൾ സബ്സ്റ്റാൻഡേർഡ് ലൈഫ്. ഓപ്ഷൻ ഡി, ക്ഷയിച്ച ജീവിതങ്ങൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാവുന്ന ജീവിതങ്ങൾ ഡിക്ലൈൻഡ് ലൈഫ് എന്ന് പറയും. ആർക്കാണ് സാധാരണയിലും കുറഞ്ഞ ഒരു പ്രീമിയം നിരക്ക് കൊടുക്കാൻ കഴിയുക? ശരിയായ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങൾ പ്രിഫേർഡ് റിസ്ക്. പറയുന്നത് ഇവരുടെ റിസ്ക് സാധാരണ റിസ്കിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാരെ ഇൻഷുർ ചെയ്യുന്ന സമയത്ത് സാധാരണ നിരക്കിലും കുറഞ്ഞ ഒരു പ്രീമിയം നിരക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം 58. അണ്ടർ റൈറ്റിങ്ങിന് ശേഷം നിലവാരമുള്ള ജീവിതങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഓപ്ഷൻ എ, സാധാരണ പ്രീമിയം നിരക്കിൽ. ഓപ്ഷൻ ബി, അധിക പ്രീമിയം ഈടാക്കിയിട്ട്. ഓപ്ഷൻ സി, കുറഞ്ഞ പ്രീമിയം നിരക്കിൽ. ഓപ്ഷൻ ഡി, ചില നിബന്ധനകളോടെ. നിലവാരമുള്ള ജീവിതങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഏത് നിരക്കിലാണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. സാധാരണ പ്രീമിയം നിരക്കിൽ. അടുത്ത ചോദ്യം 59. ജോസഫ് ആദ്യമായി ലൈഫ് ഇൻഷുറൻസ് എടുക്കാനായി തൻ്റെ 50-ാം വയസ്സിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ നിരീക്ഷണം? ഓപ്ഷൻ എ, ഒക്കുപേഷണൽ ഹസാർഡ്. ഓപ്ഷൻ ബി, മോറൽ ഹസാർഡ്. ഓപ്ഷൻ സി, ഹെൽത്ത് ഹസാർഡ്. ഓപ്ഷൻ ഡി, സാധാരണ പോലെ പോളിസി നൽകാം. എന്താണ് ശരിയായ നിരീക്ഷണം? 50-ാം വയസ്സിൽ ആദ്യമായിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് പോവുകയാണ് ഒരു കമ്പനിയിലേക്ക്.
ഓപ്ഷൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ഓപ്ഷൻ ബി, മോറൽ ഹസാർഡ്. അടുത്ത ചോദ്യം 60. ഓരോ ഇൻഷുറൻസ് പ്രപ്പോസലും വിലയിരുത്തുകയും ഇൻഷുറൻസ് നൽകണമോ വേണ്ടയോ എന്നും എന്തായിരിക്കണം പ്രീമിയം എന്നും നിർണ്ണയിക്കുന്ന ജോലിയാണ് രാജീവിന്. രാജീവിനെ എന്ത് വിളിക്കാം? ഓപ്ഷൻ എ, റിസ്ക് സൂപ്പർവൈസർ. ഓപ്ഷൻ ബി, അണ്ടർ റൈറ്റർ. ഓപ്ഷൻ സി, പ്ലാനിംഗ് മാനേജർ. ഓപ്ഷൻ ഡി, അഡ്മിനിസ്ട്രേഷൻ മാനേജർ. ഓരോ ഇൻഷുറൻസ് പ്രപ്പോസലും വിലയിരുത്തുകയും ഇൻഷുറൻസ് നൽകണോ വേണ്ടയോ എന്നും എന്തായിരിക്കണം പ്രീമിയം എന്നും നിർണ്ണയിക്കുന്ന ജോലി ചെയ്യുന്ന ആളെ കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ബി, അണ്ടർ റൈറ്റർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന ജോലി. അടുത്ത ചോദ്യം 61. അനുകൂല പ്രതികൂല ഘടകങ്ങൾക്ക് നൽകുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അണ്ടർ റൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ, നിർണയ രീതി അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് മെത്തേഡ്. ഓപ്ഷൻ ബി, സംഖ്യാരീതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെത്തേഡ്, ന്യൂമറിക്കൽ റേറ്റിംഗ്. ഓപ്ഷൻ സി, റേറ്റിംഗ് രീതി. ഓപ്ഷൻ ഡി, പ്രാഥമിക അണ്ടർ റൈറ്റിംഗ്. അനുകൂല പ്രതികൂല ഘടകങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് പോയിന്റുകൾ നൽകിയിട്ട് അണ്ടർ റൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, സംഖ്യാരീതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ്. അടുത്ത ചോദ്യം 62. അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, പ്രാഥമിക അണ്ടർ റൈറ്റർ. ഓപ്ഷൻ ബി, അനൗദ്യോഗിക അണ്ടർ റൈറ്റർ. ഓപ്ഷൻ സി, ഔദ്യോഗിക അണ്ടർ റൈറ്റർ. ഓപ്ഷൻ ഡി, അസിസ്റ്റൻറ്റ് അണ്ടർ റൈറ്റർ. അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. കറക്റ്റ് ഓപ്ഷൻ എ, പ്രാഥമിക അണ്ടർ റൈറ്റർ, പ്രിലിമിനറി അണ്ടർ റൈറ്റർ എന്ന് വിളിക്കാം. അടുത്ത ചോദ്യം 63. ഈ അണ്ടർ റൈറ്റിംഗ് രീതിയിൽ വിഷയം പ്രത്യേകമായി പഠിച്ച് ആവശ്യമായ വിദഗ്ധാഭിപ്രായങ്ങളും തേടുന്നു. ഏതാണ് അണ്ടർ റൈറ്റിംഗ് രീതി എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഓപ്ഷൻ എ, നിർണയ രീതി, ജഡ്ജ്മെൻറ്റ് മെത്തേഡ്. ഓപ്ഷൻ ബി, ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ അണ്ടർ റൈറ്റിംഗ്. ഓപ്ഷൻ സി, സംഖ്യാരീതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ്. ഓപ്ഷൻ ഡി, പ്രാഥമിക അണ്ടർ റൈറ്റിംഗ്. ഏത് അണ്ടർ റൈറ്റിംഗിലാണ് വിഷയം പ്രത്യേകമായി പഠിച്ച് ആവശ്യമായ വിദഗ്ധാഭിപ്രായങ്ങളും തേടുന്നത്? ശരിയായ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, നിർണയ രീതി, ജഡ്ജ്മെൻറ്റ് മെത്തേഡ്. പ്രധാനമായ 2 മെത്തേഡുകളാണ്. ഒന്ന് നിർണയ രീതി, രണ്ടാമത്തത് സംഖ്യാരീതി, അതായത് ജഡ്ജ്മെൻറ്റ് മെത്തേഡും ന്യൂമറിക്കൽ റേറ്റിംഗും. അടുത്ത ചോദ്യം 64. ഇവർക്ക് സാധാരണയിലും കൂടിയ പ്രീമിയം നിരക്ക് നൽകേണ്ടതായി വരും. ഓപ്ഷൻ എ, നിലവാരമുള്ള ജീവിതങ്ങൾ. ഓപ്ഷൻ ബി, നിലവാരമില്ലാത്ത ജീവിതങ്ങൾ. ഓപ്ഷൻ സി, നിഷേധിക്കപ്പെടാവുന്ന ജീവിതങ്ങൾ. ഓപ്ഷൻ ഡി, തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങൾ. സാധാരണയിലും കൂടിയ പ്രീമിയം നിരക്ക് ആവശ്യമായിട്ട് വരും എന്നാണ് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ബി, നിലവാരമില്ലാത്ത ജീവിതങ്ങൾക്ക്. അതായത് നിലവാരമുള്ള ജീവിതങ്ങൾക്ക് സാധാരണ പ്രീമിയം, നിഷേധിക്കപ്പെടാവുന്ന ജീവിതങ്ങളെ മിക്കവാറും പോളിസി കൊടുക്കില്ല, പോളിസി ഡിക്ലൈൻ ചെയ്യും, പ്രപ്പോസൽ ഡിക്ലൈൻ ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങൾക്ക് പ്രിഫേർഡ് റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണയിലും കുറഞ്ഞ പ്രീമിയം നിരക്കാവും. അതുകൊണ്ട് ഉത്തരം നിലവാരമില്ലാത്ത ജീവിതങ്ങൾ, സാധാരണയിലും കൂടിയ പ്രീമിയം നിരക്ക് നൽകുന്നതായിട്ട് വരും. അടുത്ത ചോദ്യം 65. ഇൻഷുർ ചെയ്തതിനാൽ ഒരു വ്യക്തി അമിതമായി മദ്യപിക്കുന്നത് ഡാഷിനുള്ള ഉദാഹരണമാണ്. ഇൻഷുർ ചെയ്തു, അതിനുശേഷം റിസ്ക് ഉള്ള ജോലികളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ഏതിനുദാഹരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ധാർമ്മിക സ്വഭാവം. ഓപ്ഷൻ ബി, ഹെൽത്ത് ഹസാർഡ്. ഓപ്ഷൻ സി, അധാർമിക സ്വഭാവം. ഓപ്ഷൻ ഡി, ധാർമ്മിക വിപത്ത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ധാർമ്മിക വിപത്ത്. അടുത്ത ചോദ്യം 66. ഗർഭിണിയായ അമൃത ലൈഫ് ഇൻഷുറൻസിന് അപേക്ഷിച്ചാൽ അണ്ടർ റൈറ്റർ സ്വീകരിക്കുന്ന രീതി എന്തായിരിക്കും? ഓപ്ഷൻ എ, സാധാരണ പോലെ സ്വീകരിക്കും. ഓപ്ഷൻ ബി, റെസ്ട്രിക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ കർശനമായ വ്യവസ്ഥകളോടെ സ്വീകരിക്കും. ഓപ്ഷൻ സി, പ്രപ്പോസൽ നിരസിക്കും. ഓപ്ഷൻ ഡി, ഡെലിവറിക്ക് ശേഷം പരിഗണിക്കാനായി പ്രപ്പോസൽ മാറ്റിവെക്കും. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, റെസ്ട്രിക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ കർശനമായ വ്യവസ്ഥകളോടെ സ്വീകരിക്കും. കാരണം റിസ്ക് കൂടുതലാണ്. ഗർഭിണിയായ അമൃത ഇൻഷുറൻസിന് അപേക്ഷിക്കുമ്പോൾ ഒരു സാധാരണ അവസ്ഥയിലുള്ളതിനേക്കാൾ ലൈഫിന് റിസ്ക് കൂടുതലാണ് ആ പ്രത്യേക അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ പോളിസി കൊടുക്കാതിരിക്കാൻ കഴിയില്ല, ചില കണ്ടീഷൻസ്, ചില വ്യവസ്ഥകളോടെ സ്വീകരിക്കും.
അടുത്ത ചോദ്യം 67. ശ്വാസകോശ അർബുദമുള്ളയാൾക്ക് പുകവലി ശീലവുമുണ്ട്. ഇവിടെ പുകവലി ഡാഷാണ്. ഹസാഡ്, ബി പെരിൽ, സി അനിശ്ചിതത്വം, ഡി റിസ്ക്. ശരി ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഡി റിസ്ക്. പുകവലി ശീലം ഇവിടെ റിസ്ക് ആണ്. അടുത്ത ചോദ്യം 68. ഒരു വ്യക്തിയെ കാണാതായി ഡാഷ് വർഷം യാതൊരു വിവരവുമില്ലെങ്കിൽ അയാൾ മരിച്ചതായി കണക്കാക്കാം, അനുമാനിക്കാം. പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത്, മരിച്ചതായി അനുമാനിക്കാം. ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 7 വർഷം, ഓപ്ഷൻ സി 8 വർഷം, ഓപ്ഷൻ ഡി 10 വർഷം. ഒരു വ്യക്തിയെ കാണാതായിട്ട് എത്ര വർഷം കഴിയണം മരിച്ചതായി അനുമാനിക്കണമെങ്കിൽ? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ബി 7 വർഷം. 7 വർഷം ഒരാളെ കാണാതായിട്ട് 7 വർഷമായെങ്കിൽ ആരൊക്കെയാണോ കാണേണ്ടിയിരുന്നത് അവരാരും കണ്ടിട്ടില്ലെങ്കിൽ എന്നാണ് കണ്ടീഷൻ. അടുത്ത ചോദ്യം 69. ക്ലെയിം നടപടികൾക്കായി ഏതെങ്കിലും ഡോക്യുമെൻ്റ് അധികമായി വേണമെങ്കിലോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലോ അത് ക്ലെയിം ലഭിച്ച് ഡാഷ് ദിവസങ്ങൾക്കകം ഒറ്റത്തവണയായി ആവശ്യപ്പെടണം ഇൻഷുറൻസ് കമ്പനി. ഓപ്ഷൻ എ 5 ദിവസത്തിനകം, ഓപ്ഷൻ ബി 10 ദിവസത്തിനകം, ഓപ്ഷൻ സി 15 ദിവസത്തിനകം, ഓപ്ഷൻ ഡി 25 ദിവസത്തിനകം. അത് ക്ലെയിം വേണ്ട എല്ലാ പേപ്പറുകളും കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അധികമായി വേണമെങ്കിലോ ചോദ്യം ചോദിക്കണമെങ്കിലോ അത് ആദ്യം പേപ്പർ കിട്ടിയിട്ട് 15 ദിവസങ്ങൾക്കകം ഒറ്റത്തവണയായിട്ട് ആവശ്യപ്പെടണം. ഓരോ തവണയായിട്ട് ഓരോ പേപ്പറുകൾ ആവശ്യപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും അതിനെ വൈകിപ്പിക്കാനുള്ള രീതി അല്ലെങ്കിൽ നടപടി അനുവർത്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്ത ചോദ്യം 15 ദിവസത്തിനകം. അടുത്ത ചോദ്യം 70. പോളിസി ക്ലെയിമിന് മതിയായ എല്ലാ രേഖകളും ലഭിച്ചാൽ ഡാഷ് ദിവസത്തിനകം കമ്പനി തീരുമാനമെടുക്കണം. ഓപ്ഷൻ എ 10 ദിവസം, ഓപ്ഷൻ ബി 20 ദിവസം, ഓപ്ഷൻ സി 30 ദിവസം, ഓപ്ഷൻ ഡി 60 ദിവസം. ക്ലെയിമിന് മതിയായ എല്ലാ രേഖകളും ലഭിച്ചാൽ കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 30 ദിവസത്തിനകം കമ്പനി തീരുമാനമെടുക്കണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്വിസ് നമ്പർ 71. ഇൻഷുറൻസ് ക്ലെയിം അനുവദിക്കാൻ മറ്റ് അന്വേഷണങ്ങൾ ആവശ്യമായി വന്നാൽ അത്തരം അന്വേഷണം ഡാഷ് കാലാവധിക്കകം പൂർത്തിയാക്കണം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 2 മാസം, ഓപ്ഷൻ ബി 3 മാസം, ഓപ്ഷൻ സി 6 മാസം, ഓപ്ഷൻ ഡി 8 മാസം. അതായത് ഇൻഷുറൻസ് ക്ലെയിം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സാധാരണ കിട്ടിയ പേപ്പറുകൾക്ക് അപ്പുറത്ത് ചില അന്വേഷണങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം അന്വേഷണം നടത്താം. അത് എത്ര കാലാവധിക്കകം പൂർത്തിയാക്കണമെന്ന നിബന്ധനയുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 6 മാസം. 6 മാസത്തിനകത്ത് അത്തരം അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് തീരുമാനമെടുത്തിരിക്കണം. അടുത്ത ചോദ്യം 72. ശങ്കർ ഒരു യൂലിപ്പ് പദ്ധതി എടുത്തിരുന്നു. പോളിസി കാലാവധിക്ക് മുമ്പ് മരണം സംഭവിച്ചാൽ ഡെത്ത് ബെനിഫിറ്റായി എന്ത് ലഭിക്കും? ഓപ്ഷൻ എ സം എഷ്വേർഡ്, ഓപ്ഷൻ ബി ഫണ്ട് വാല്യൂ, ഓപ്ഷൻ സി സം എഷ്വേർഡ് അല്ലെങ്കിൽ ഫണ്ട് വാല്യൂ ഏതാണോ കൂടുതൽ അത്, ഓപ്ഷൻ ഡി സം എഷ്വേർഡ് അല്ലെങ്കിൽ ഫണ്ട് വാല്യൂ ഏതാണോ കുറവ് അത്. യൂലിപ്പ് പദ്ധതി എടുത്തു, പോളിസി കാലാവധിക്കകത്ത്, അതായത് കാലാവധിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ കാലാവധി തീരുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു. ഡെത്ത് ബെനിഫിറ്റിന് അർഹതയുണ്ട്. എന്ത് ലഭിക്കും? കറക്റ്റ് ഓപ്ഷൻ നോക്കുക, സം എഷ്വേർഡ് അല്ലെങ്കിൽ ഫണ്ട് വാല്യൂ ഏതാണോ കൂടുതൽ അത്. എന്നാൽ ചില പദ്ധതികളുണ്ട് സം എഷ്വേർഡ് പ്ലസ് ഫണ്ട് വാല്യൂ കൊടുക്കുന്ന പദ്ധതികളുണ്ട്. നമ്മൾ ഒരു സാമാന്യമായ അർത്ഥത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് നിങ്ങളുടെ സിലബസിലും കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം 73. എന്താണ് ബാങ്ക് ഇൻഷുറൻസ്? ഓപ്ഷൻ എ ബാങ്കുകളെ ഇൻഷുർ ചെയ്യുന്നത്, ഓപ്ഷൻ ബി ബാങ്കുകളിലൂടെയുള്ള പോളിസി വിൽപ്പന, ഓപ്ഷൻ സി ഇൻഷുറൻസ് പോളിസികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നത്, ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. ബാങ്ക് ഇൻഷുറൻസ് എന്നാൽ ബാങ്കുകളിലൂടെയുള്ള പോളിസി വിൽപ്പന. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 74. ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ലൈഫ് ഇൻഷുറൻസ് റിസ്ക് തിട്ടപ്പെടുത്തുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക.
ഓപ്ഷൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനങ്ങളെ, ഓപ്ഷൻ ബി ഇപ്പോഴത്തെ അനുഭവങ്ങളെ, ഓപ്ഷൻ സി കഴിഞ്ഞ കാല അനുഭവങ്ങളെ, ഓപ്ഷൻ ഡി ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ഇൻഷുറൻസ് അനുഭവങ്ങളെ. ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ലൈഫ് ഇൻഷുറൻസ് റിസ്ക് തിട്ടപ്പെടുത്തുന്നത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാല അനുഭവങ്ങളെ. അടുത്ത ചോദ്യം 75. 1,00,000 രൂപ സം അഷ്യൂർഡുള്ള ഒരു 15 വർഷ പോളിസിയിൽ എല്ലാ വർഷവും 4% നിരക്കിൽ സിമ്പിൾ റിവേഴ്ഷണറി ബോണസ് കിട്ടിയാൽ മെച്യൂരിറ്റിയിൽ ലഭിക്കുന്ന മൊത്തം ബോണസ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 4,000, ഓപ്ഷൻ ബി 40,000, ഓപ്ഷൻ സി 50,000, ഓപ്ഷൻ ഡി 60,000. ചോദ്യം ശ്രദ്ധിക്കുക. 1,00,000 രൂപയുള്ള സം അഷ്യൂർഡ് 15 വർഷ പോളിസി 4% നിരക്കിൽ. 4% നിരക്കിൽ എല്ലാ വർഷവും ബോണസ് കിട്ടുന്നു എന്നാണ് അർത്ഥം. അതായത് 1,00,000 രൂപയുടെ 4% 4,000 രൂപ. അങ്ങനെ 15 വർഷവും അയാൾക്ക് 4,000 രൂപ വെച്ച് കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരും? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 60,000 രൂപ. 60,000 രൂപ അവസാനം ബോണസായിട്ട് കിട്ടും. അടുത്ത ചോദ്യം 76. ഒരു കസ്റ്റമർക്ക് ലഭ്യമായ എല്ലാ ഇൻഷുറൻസ് പദ്ധതികളുടെയും ഒരു താരതമ്യം ആവശ്യമെങ്കിൽ ആരെ സമീപിക്കുന്നതാണ് ഉചിതം? ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി ഇൻഷുറൻസ് ഏജൻറ്റ്, ഓപ്ഷൻ സി ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്, ഓപ്ഷൻ ഡി കോർപ്പറേറ്റ് ഏജൻറ്റ്. ലഭ്യമായ എല്ലാ പദ്ധതികളെയും ഒന്ന് താരതമ്യം ചെയ്തിട്ട് ഇൻഷുറൻസ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾ ആരെ സമീപിക്കണം? കറക്റ്റ് ഓപ്ഷൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്. അടുത്ത ചോദ്യം 77. ആനന്ദിന് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് 2 തവണയായി ഓരോ 5 വർഷം കഴിഞ്ഞപ്പോഴും ആനുകൂല്യങ്ങൾ കിട്ടി. അത് കഴിച്ച് ബാക്കി സം അഷ്യൂർഡ് മെച്യൂരിറ്റിയിലും ലഭിച്ചു. ഏത് തരം പോളിസിയാണ് ആനന്ദ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ മണി ബാക്ക് പോളിസി, ഓപ്ഷൻ ബി ടേം അഷുറൻസ്, ഓപ്ഷൻ സി ഹോൾ ലൈഫ് പോളിസി, ഓപ്ഷൻ ഡി എൻഡോമെൻറ്റ് പോളിസി. നോക്കുക, പോളിസിയിൽ നിന്ന് 2 തവണയായിട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും ആനുകൂല്യം കിട്ടി. അത്രയും എമൗണ്ട് കഴിച്ച് ബാക്കി സം അഷ്യൂർഡ് മെച്യൂരിറ്റിയിൽ ലഭിച്ചു. ഏത് തരം പോളിസിയാണ് എടുത്തിരിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക, മണി ബാക്ക് പോളിസി. മണി ബാക്ക് പോളിസിയിലാണ് ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം 78. പോളിസിയിൽ സങ്കീർണ ഭാഷ ഉപയോഗിച്ചിരിക്കുകയും അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്താൽ പൊതുവെ അത് ഡാഷിന് അനുകൂലമായി വ്യാഖ്യാനിക്കപ്പെടും. ഓപ്ഷൻ എ ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായി, ഓപ്ഷൻ ബി ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അനുകൂലമായി, ഓപ്ഷൻ സി ഇൻഷുറൻസ് ഏജൻറ്റിന് തീരുമാനിക്കാം, ഓപ്ഷൻ ഡി ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർക്ക് തീരുമാനിക്കാം. പോളിസിയിൽ സങ്കീർണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വിഷയം ചിലപ്പോൾ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആർക്ക് അനുകൂലമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യം 79. ജൂലൈ 5 മരണപ്പെട്ട ഗോവിന്ദ് തൻ്റെ പോളിസിയിൽ ജൂൺ 16 അടക്കേണ്ടിയിരുന്ന വാർഷിക പ്രീമിയം ചികിത്സയിലായത് കാരണം അടക്കാൻ മറന്നുപോയിരുന്നു. ഗോവിന്ദിന് ഡെത്ത് ബെനിഫിറ്റായി എന്ത് ലഭിക്കും? ഓപ്ഷൻ എ പോളിസി ലാപ്സായ കാരണം ഒന്നും ലഭിക്കില്ല, ഓപ്ഷൻ ബി അടക്കാനുള്ള പ്രീമിയം കഴിച്ച് ബാക്കി സം അഷ്യൂർഡ് ലഭിക്കും, ഓപ്ഷൻ സി കിഴിവുകളൊന്നുമില്ലാതെ സം അഷ്യൂർഡ് ലഭിക്കും, ഓപ്ഷൻ ഡി കമ്പനിയുടെ തീരുമാനപ്രകാരം. ജൂലൈ 5 മരണപ്പെട്ടു, ജൂൺ 16 അടക്കേണ്ടിയിരുന്ന വാർഷിക പ്രീമിയം അടച്ചിട്ടില്ല, ജൂലൈ 5 മരണം. ഡെത്ത് ബെനിഫിറ്റായി എന്ത് ലഭിക്കും? കറക്റ്റ് ഓപ്ഷൻ നോക്കുക, അടക്കാനുള്ള പ്രീമിയം കഴിച്ച് ബാക്കി സം അഷ്യൂർഡ് ഗോവിന്ദിൻ്റെ നോമിനിക്ക് ലഭിക്കും. അടുത്ത ചോദ്യം 80. താഴെ പറയുന്നവയിൽ ഏതാണ് സജീവമായി കേൾക്കുന്നതിൻ്റെ ഭാഗമല്ലാത്തത്? സജീവമായി കേൾക്കുക, അതായത് ആക്റ്റീവ് ലിസണിങ്. ഓപ്ഷൻ എ നല്ല ശ്രദ്ധ നൽകുക, ഓപ്ഷൻ ബി തന്മയീഭാവത്തോടെ കേൾക്കുക, ഓപ്ഷൻ സി അങ്ങേയറ്റം വിമർശിക്കുക, ഓപ്ഷൻ ഡി ഉചിതമായി പ്രതികരിക്കുക. സജീവമായി കേൾക്കുന്നതിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക, അങ്ങേയറ്റം വിമർശിക്കുക. ബാക്കിയെല്ലാം സജീവമായി കേൾക്കുന്നതിൻ്റെ ഭാഗമാണ്, അതായത് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഭാഗമാണ്.
അടുത്ത ചോദ്യം 81. ധനകാര്യ വിപണിയിലെ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ് റിസ്കുകൾ കുറക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഫണ്ട് വിവിധ വിഭാഗങ്ങളിലായി നിക്ഷേപിക്കുക വഴി. ഓപ്ഷൻ ബി, ഫണ്ട് ഒരേ സ്ഥലത്ത് നിക്ഷേപിക്കുക വഴി. ഓപ്ഷൻ സി, ഓരോരോ നിക്ഷേപങ്ങൾക്കും സമയപരിധി നിശ്ചയിക്കുക വഴി. ഓപ്ഷൻ ഡി, സുരക്ഷിതമായ വിഭാഗങ്ങളിൽ നിക്ഷേപിക്കുക വഴി. ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ് റിസ്കുകൾ കുറക്കുന്നത്? ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമായ റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻസിൽ പൈസ നിക്ഷേപിക്കുന്ന രീതിയാണത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഫണ്ട് വിവിധ വിഭാഗങ്ങളായി നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിക്ഷേപം കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ റിസ്ക് കുറവായിരിക്കും വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് നിക്ഷേപിക്കും. അടുത്ത ചോദ്യം 82. താഴെ പറയുന്നതിൽ ഏതാണ് നേരത്തെയുള്ള ഡെത്ത് ക്ലെയിം, അതായത് ഏർലി ഡെത്ത് ക്ലെയിമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ, പോളിസി എടുത്ത് 4 വർഷത്തിനകമുള്ള സ്വാഭാവിക മരണം. ഓപ്ഷൻ ബി, പോളിസി എടുത്ത് 3 വർഷത്തിനകമുള്ള സ്വാഭാവിക മരണം. ഓപ്ഷൻ സി, പോളിസി എടുത്ത് 5 വർഷത്തിനകമുള്ള സ്വാഭാവിക മരണം. ഓപ്ഷൻ ഡി, പോളിസി എടുത്ത് 7 വർഷത്തിനകമുള്ള സ്വാഭാവിക മരണം. ഏതാണ് നേരത്തെയുള്ള ഡെത്ത് ക്ലെയിമായിട്ട് ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുക? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. പോളിസി എടുത്ത് 3 വർഷത്തിനകമുള്ള സ്വാഭാവിക മരണം സംഭവിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഏർലി ഡെത്ത് ക്ലെയിമായിട്ട് കമ്പനി പരിഗണിക്കും. അതിൻ്റെതായ ചില നിബന്ധനകളും പിന്നെ ഫോർമാലിറ്റീസും ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അതിൻ്റെ ക്ലെയിം നൽകുന്നത്. അടുത്ത ചോദ്യം 83. മണി ബാക്ക് പോളിസിയിൽ ലഭിക്കുന്ന ഇടക്കാല ആനുകൂല്യങ്ങൾ ഏത് ക്ലെയിം വിഭാഗത്തിൽ പെടുത്താം? മണി ബാക്ക് പോളിസിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടാകും, നിശ്ചിത കാലയളവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ആനുകൂല്യങ്ങളിൽ, അതായത് മരിക്കുമ്പോഴും അല്ല, പോളിസി മെച്യൂർ ആകുമ്പോഴും അല്ല. ഓപ്ഷൻ എ, ഡെത്ത് ക്ലെയിം. ഓപ്ഷൻ ബി, അതിജീവന ക്ലെയിം. ഓപ്ഷൻ സി, മെച്യൂരിറ്റി ക്ലെയിം. ഓപ്ഷൻ ഡി, സറണ്ടർ ക്ലെയിം. നോക്കുക, അതിജീവന ക്ലെയിം. നിശ്ചിത കാലാവധി അതിജീവിച്ചത് കാരണം അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് അതിജീവന ക്ലെയിം മണി ബാക്ക് പോളിസിയിൽ. അടുത്ത ചോദ്യം 84. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അണ്ടർ റൈറ്ററുടെ തീരുമാനമല്ലാത്തത്? ഓപ്ഷൻ നോക്കുക. എ, പ്രീമിയം നിരക്ക് തീരുമാനിക്കുക. ഓപ്ഷൻ ബി, റിസ്ക് തള്ളുക. ഓപ്ഷൻ സി, ക്ലെയിം തള്ളുക. ഓപ്ഷൻ ഡി, റിസ്ക് സ്വീകരിക്കുന്നത് നീട്ടിവെക്കുക. ഏതാണ് ഒരു അണ്ടർ റൈറ്ററുടെ തീരുമാനത്തിൽ പെടാത്തത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ക്ലെയിം തള്ളുക. ക്ലെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അണ്ടർ റൈറ്ററുടെ തീരുമാനങ്ങളിൽ വരുന്നതല്ല. ബാക്കിയെല്ലാം അണ്ടർ റൈറ്ററുടെ തീരുമാനങ്ങളിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം 85. താഴെ പറയുന്നവയിൽ ഏതാണ് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് രേഖ അല്ലാത്തത്? ഓപ്ഷൻ നോക്കുക. എ, പാസ്പോർട്ട്. ബി, സ്കൂൾ സർട്ടിഫിക്കറ്റ്. സി, ജാതകം. ഡി, ജനന സർട്ടിഫിക്കറ്റ്. സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് അല്ലാത്തതാണ് ചോദിച്ചത്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ജാതകം. ജാതകം ഒരു സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് അല്ല, നോൺ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, സോ IC38 സെക്ഷൻ 1, സെക്ഷൻ 3 എന്നിവയുടെ പ്രാക്ടീസിന് IC38 എക്സാമിനർ വീഡിയോ സീരീസ് 1ഉം സീരീസ് 3യും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. Good luck to all. Thank you.